ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ ചാനലായ മൈ വ്യൂ എൻ്റെ ചിന്തകൾ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷിബു നെന്മാറ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എൻ്റെ കണ്ടൻറ് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ റോഡുകളിൽ ദിനം പ്രതി പൊലിഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവനുകൾ, അത് എന്ത് കാരണം കൊണ്ടാണ് ജീവനുകൾ പൊലിഞ്ഞു പോകുന്നതെന്നുള്ളത് നമ്മൾ വിലയിരുത്തേണ്ടതായിട്ടുള്ള ആവശ്യകത വന്നിരിക്കുന്നു. സർക്കാർ നമുക്കൊരുപാട് നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്, അത് നമ്മളൊന്നും പാലിക്കുന്നില്ല. പക്ഷെ നമ്മളെന്നാലും നമ്മളുടെ സേഫ്റ്റിക്ക് നമ്മൾ തന്നെ നോക്കേണ്ടതായിട്ടുള്ള ആവശ്യകത വന്നു. അതുകൊണ്ടാണ് ഈ ചാനൽ എനിക്ക് തുടങ്ങാൻ പ്രചോദനമായത്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉള്ള റോഡുകൾ എന്താ അവസ്ഥ എന്ന് നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം. ഏതെങ്കിലും റോഡുകളിൽ കൂടുതൽ ആക്സിഡൻറ്റുകൾ നടക്കുക, അതെല്ലാം നമുക്ക് സർക്കാരിലേക്ക് എത്തിക്കാനുള്ള വഴി ചെയ്യാം. നമുക്കതിന് എതിരെ ആ ആക്സിഡൻറ്റ് ഒഴിവാക്കാനുള്ള എന്താ വഴി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കൂടി നമ്മൾ ചിന്തിക്കാം. നമ്മളാണല്ലോ സർക്കാർ. നമ്മൾ പറയുന്ന അത് കേൾക്കാതിരിക്കാൻ സർക്കാരിനും പറ്റില്ല, അല്ലേ? നമ്മൾ തന്നെയാണ്, ജനങ്ങളാണല്ലോ സർക്കാർ എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നിന്ന് നമുക്കതിനെതിരെ പോരാടാം. ഒരു ജീവനും റോട്ടിൽ പോകരുത്. പോയവരുടെ അവസ്ഥകളും എല്ലാം ഇപ്പോൾ പോയവർക്ക് അറിയുള്ളൂ, നമുക്കറിയില്ല. നമ്മൾക്കിപ്പോൾ ഇന്നേ വരെ ഒന്നും വരാത്തതുകൊണ്ട്, ദൈവവിരുദ്ധം കൊണ്ടൊന്നും വരുന്നിട്ടില്ല. നമ്മൾ ഒരു പാല് മേടിക്കാൻ പോകുന്നു, ഒരു വ്യക്തി ബൈക്കെടുത്ത് റോട്ടിലോട്ട് ഇറങ്ങുമ്പോൾ അമ്മ പാലും മേടിച്ച് മോൻ വരുന്നു പറഞ്ഞ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. മോനല്ല വരുന്നേ, മോൻ്റെ അവസ്ഥ വിളിച്ച് പറയുന്നൊരവസ്ഥ, മോനിങ്ങനെ പറ്റിയെന്നൊക്കെ. അതൊക്കെ വളരെയധികം സങ്കടം തരുന്നൊരു അവസ്ഥയാണ്. എൻ്റെ കൂട്ടുകാരന് അങ്ങനെ ഉണ്ടായി. അതുപോലെ തന്നെ എൻ്റെ അറിവിൽ ഒരുപാട്, ഞാൻ പ്രൊഫഷണൽ ഡ്രൈവറാണ്. അപ്പോൾ എനിക്കത് ഒരുപാട് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അനുഭവങ്ങൾ എനിക്ക് ഷെയർ ചെയ്യാനും. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ തന്നെ മുൻകരുതലെടുത്ത് ഇറങ്ങിയാലേ പറ്റുള്ളൂ. വരുന്ന പുതിയ ട്രാഫിക് റൂൾസുകൾ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല, നിങ്ങൾക്കറിയോ? അറിയാവുന്നവരുണ്ടാവുമായിരിക്കാം. ഉള്ളവർക്ക് ബിഗ് സല്യൂട്ട്. അത് ഞങ്ങൾക്കും കൂടി പറഞ്ഞു തരിക. അതുപോലെ തന്നെ അധികാരികളുടെ അടുത്ത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അങ്ങനെയൊക്കെയാണ് ഈ ചാനലിനെ കുറിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മളുടെ ഏരിയകളിൽ കൂടുതൽ ആക്സിഡൻറ്റ് നടക്കുന്ന ആക്സിഡൻറ്റ് സ്പോട്ടുകളുണ്ട്. അപ്പം അത് അധികാരികളിലേക്ക് എത്തിക്കാം. അവിടെ എന്ത് ചെയ്യാം, നമുക്ക് ആ ആക്സിഡൻറ്റ് ഇനി അടുത്ത് നടക്കാതിരിക്കാൻ എന്ത് ചെയ്യാം, അങ്ങനെയുള്ള കുറേ അറിവുകൾ നമുക്ക് ഷെയർ ചെയ്യാനുണ്ട്. അപ്പം അതും തന്നെയല്ല, പിന്നെ നമ്മുടെ കുഞ്ഞു മക്കൾ, അല്ലേ, അവർക്ക് എന്തറിയാം റോഡിനെ കുറിച്ച്? ഒന്നും അറിയില്ല. അവർക്ക് കൂടി കുറേ അറിവുകൾ പറഞ്ഞു കൊടുക്കാം. ഒരു ബൈക്കിൽ നമ്മൾ പുറകിലിരുന്ന് പോവുകയാണെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആവശ്യകത ഇപ്പോൾ വന്നിരിക്കുന്നു. രണ്ടുപേർക്കും ഹെൽമെറ്റ് ഇടണം. അപ്പം റോഡിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. രണ്ടുപേരും ഹെൽമെറ്റിലില്ലെങ്കിൽ ഈ ക്യാമറ പോലുള്ള ക്യാമറകൾ സൃഷ്ടിച്ചിരിക്കുന്നു. റോഡ് നല്ലതല്ല, നമുക്കെപ്പോഴും കുറ്റം പറയാനല്ലേ നമുക്ക് പറ്റുള്ളൂ. നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് റോഡ് നിർമ്മിക്കാൻ പറ്റില്ലല്ലോ, അതിനുള്ളൊരു ഇതല്ലല്ലോ. അപ്പം നമുക്കിത് കാര്യങ്ങൾ സർക്കാരെ അവതരിപ്പിക്കാം, നമ്മുടെ ആവശ്യകതകൾ, നമ്മുടെ അവസ്ഥകൾ. അപ്പം അതെല്ലാം നമുക്ക് സർക്കാരിന് നമ്മളും കൂടി ഷെയർ ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള റൂട്ടിൽ ഏതെങ്കിലും റോഡുകളിൽ പണി നടക്കുക, അതുപോലെ തന്നെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് ആക്സിഡൻ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സ്പോട്ടുകളുണ്ട്. അത് പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് അറിയില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഉദാഹരണത്തിന് ഉള്ളൊരാളാണെന്ന് വെച്ചോളൂ. അപ്പോൾ കൊല്ലത്തുള്ള ഒരാൾ, ഇപ്പോൾ ഞാനിപ്പോൾ പാലക്കാട് നിന്ന് കൊല്ലം വരികയാണ്. കൊല്ലം വരുമ്പം അടുത്ത സ്ഥലങ്ങൾ എനിക്കത്ര വ്യക്തമല്ല, ഓരോ പോയിൻറ്റുകൾ. അപ്പോൾ ഞാൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള ഏതെങ്കിലും ഒരു ഡേഞ്ചർ പോയിൻറ്റുകൾ അത് നമ്മൾക്കിതിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം, പുതിയ അറിവുകൾ. അപ്പം ആരെങ്കിലും ഒരാൾ പുതിയതായിട്ട് പോകുമ്പോൾ ഒന്ന് രാത്രിയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളുമല്ലോ. അത് നല്ലൊരു ഉപകാരമായിരിക്കും എന്നാണ് എൻ്റെ ഒരു അറിവ്, എൻ്റെ ഒരു വിശ്വാസം. അപ്പം നമുക്കെല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നമ്മുടെ റോഡിൽ ഇനിയൊരു ജീവൻ പൊലിയാതിരിക്കാൻ കുറേ നാൾ ശ്രമിച്ചാലേ ഇതൊക്കെല്ലാം നടപടി ആവുള്ളൂ. നമ്മുടെ റോഡ് ആദ്യം മാറണം. റോഡ് മാറ്റിയെടുക്കാൻ സർക്കാർ തീരുമാനിക്കണം, ഫണ്ട് വേണം. അപ്പോൾ സർക്കാർ അത്ര പെട്ടെന്ന് നമ്മളിപ്പോൾ ഗൾഫിലെ നിയമം
ഗൾഫിലെ സിസ്റ്റങ്ങളൊക്കെ നമ്മളിവിടെ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ഉള്ള റോഡല്ല നമ്മുടെ ഗൾഫിലെ പരിഷ്കാരങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ റോഡ് അതിൻ്റെ റോഡല്ല. അത് 100% നമുക്ക് എല്ലാവർക്കും അറിയാം. ആ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നവർക്കും അറിയാം. പരമാവധി അവർ ആക്സിഡൻറ്റ് കുറയ്ക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അത് നമ്മൾ പലരും അറിയുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നമ്മളെല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിൽക്കാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള റോഡിൽ എന്തൊക്കെ അപാകതകൾ, എവിടെയൊക്കെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളത് അപ്ഡേറ്റുകൾ, പുതിയ അപ്ഡേഷനുകൾ കൊടുക്കാം. ഓക്കെ, അപ്പോൾ പുതിയ ആൾക്കാർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്കൊരു ഉപകാരമായിക്കോളും. അതാണ് ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു.